ഇന്ത്യൻ വ്യവസായ ലോകത്തെ ഒരു കാലത്തെ കിരീടം വെക്കാത്ത രാജാവായിരുന്ന വിജയ് മാല്യയും അദ്ദേഹത്തിന്റെ പ്രശസ്തമായ യുണൈറ്റഡ് ബ്രൂവറീസ് ഗ്രൂപ്പും അഥവാ യുബി ഗ്രൂപ്പും എല്ലാവർക്കും സുപരിചിതമാണ്. കിങ്ഫിഷർ എന്ന പേര് കേൾക്കാത്തവർ ഉണ്ടാകില്ല. ഒരു കാലത്ത് ഇന്ത്യൻ കോർപ്പറേറ്റ് ലോകത്തിന്റെ ആഡംബരത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകമായിരുന്നു ആ പേര്. എന്നാൽ ഇന്ന് യുബി ഗ്രൂപ്പിന്റെ പ്രധാന കമ്പനിയായ യുണൈറ്റഡ് ബ്രൂവറീസ് ലിമിറ്റഡ് ആര് നിയന്ത്രിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം വിജയ് മാല്യ എന്നല്ല. ഇന്ന് യുബി ഗ്രൂപ്പിന്റെ ഉടമസ്ഥാവകാശം ഒരു ഡച്ച് ബഹുരാഷ്ട്ര കമ്പനിയായ ഹൈനക്കെൻ എൻവിയുടെ കൈകളിലാണ്. ഈ ഉടമസ്ഥാവകാശം എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നും എപ്പോഴാണ് ഈ മാറ്റം സംഭവിച്ചതെന്നും നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ഈ മാറ്റം കേവലം ഒരു കോർപ്പറേറ്റ് ഇടപാടല്ല, മറിച്ച് ഇന്ത്യൻ ബിസിനസ് ഭരണരീതിയിലും നിയമവ്യവസ്ഥയിലും ഒരു നാഴികക്കല്ലാണ്. 1983 തന്റെ പിതാവായ വിറ്റൽ മാല്യയിൽ നിന്ന് യുബി ഗ്രൂപ്പിന്റെ ചുമതല ഏറ്റെടുത്തതോടെയാണ് വിജയ് മാല്യയുടെ വ്യവസായ സാമ്രാജ്യം വളരുന്നത്. ബ്രൂവറി, ഡിസ്റ്റിലറി മേഖലകളിൽ നിന്ന് ഫാർമസ്യൂട്ടിക്കൽസ്, കെമിക്കൽസ്, വളങ്ങൾ തുടങ്ങിയ വൈവിധ്യമാർന്ന വ്യവസായങ്ങളിലേക്ക് അദ്ദേഹം ഗ്രൂപ്പിനെ അതിവേഗം വ്യാപിപ്പിച്ചു. മല്യയുടെ വ്യക്തിത്വം വിജയത്തിന്റെയും ആഡംബരത്തിന്റെയും പര്യായമായി മാറി. കിങ് ഓഫ് ഗുഡ് ടൈംസ് എന്ന വിളിപ്പേരിന് അദ്ദേഹം അർഹനായി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ടീമായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, ഫോർമുല 1 ടീമായ ഫോഴ്സ് ഇന്ത്യ എന്നിവയുടെ ഉടമസ്ഥത അദ്ദേഹത്തിന്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചു. എന്നാൽ ഈ ഗ്ലാമറസ് ഇമേജിന് പിന്നിൽ അദ്ദേഹത്തിന്റെ ബിസിനസ്സിലെ ഒരു പ്രധാന മാറ്റമുണ്ടായിരുന്നു. അതാണ് 2005 കിങ്ഫിഷർ എയർലൈൻസിന്റെ തുടക്കം. കിങ്ഫിഷർ ബ്രാൻഡിന്റെ ആഡംബരത്തിന്റെ പ്രതിരൂപമായി അദ്ദേഹം ഈ വിമാന കമ്പനിയെ കണ്ടു. ലോകോത്തര സേവനം നൽകിയെങ്കിലും അതിന്റെ ബിസിനസ് മാതൃക അടിമുടി അബദ്ധമായിരുന്നു. കുറഞ്ഞ ചെലവിൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾ ആധിപത്യം സ്ഥാപിച്ച ഇന്ത്യൻ ഏവിയേഷൻ മാർക്കറ്റിൽ കിങ്ഫിഷർ എയർലൈൻസിന്റെ ഉയർന്ന ചെലവുള്ള ഫുൾ സർവീസ് മോഡലിന് പിടിച്ചു നിൽക്കാനായില്ല. കിങ്ഫിഷർ എയർലൈൻസ് ഒരിക്കലും ലാഭത്തിലായില്ല. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾ, കുതിച്ചുയരുന്ന ഇന്ധനവില, കടം വാങ്ങിയെടുത്തുള്ള വികസനം എന്നിവ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കി. നഷ്ടം കുറയ്ക്കുന്നതിന് പകരം യുബി ഗ്രൂപ്പിന്റെ ലാഭകരമായ പ്രധാന ആസ്തികൾ, പ്രത്യേകിച്ചും UBLലെയും മാംഗ്ലൂർ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സിലെയും ഓഹരികൾ ഈടായി നൽകി അദ്ദേഹം പൊതുമേഖലാ ബാങ്കുകളുടെ ഒരു കൺസോർഷ്യത്തിൽ നിന്ന് വലിയ തോതിൽ വായ്പയെടുത്തു. കിങ്ഫിഷർ എയർലൈൻസിന്റെ തകർച്ചയോടെ വിജയ് മാല്യ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായി. 2012 വിമാന കമ്പനി പ്രവർത്തനം നിർത്തി. 9,000 കോടിയിലധികം രൂപയുടെ കടബാധ്യതയും 10,000 ജീവനക്കാർക്ക് ശമ്പളം നൽകാനുള്ള ബാധ്യതയും ബാക്കിവെച്ചു. കഥ നല്ല കാലത്തിന്റെ പ്രതീകത്തിൽ നിന്ന് ദുരന്തപൂർണമായ കോർപ്പറേറ്റ് പരാജയത്തിലേക്കും തട്ടിപ്പിലേക്കും വഴിമാറി. ഈ വലിയ കടബാധ്യതകളുടെയും നിയമ നടപടികളുടെയും പശ്ചാത്തലത്തിൽ 2016 മാർച്ചിൽ വിജയ് മാല്യ രാജ്യം വിട്ട് ലണ്ടനിലേക്ക് പോയി. വായ്പ നൽകിയ ബാങ്കുകൾ തങ്ങളുടെ പണം തിരിച്ചു പിടിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പോലുള്ള നിയമ ഏജൻസികളിലൂടെ നിയമപരമായ വഴികൾ തേടാൻ തുടങ്ങി. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ നിയമവ്യവസ്ഥയുടെയും അന്വേഷണ ഏജൻസികളുടെയും പങ്ക് നിർണായകമായിരുന്നു. ബാങ്കുകൾക്ക് വേണ്ടി കടം തിരിച്ചു പിടിക്കാൻ സ്ഥാപിച്ചതാണ് ഡെറ്റ് റിക്കവറി ട്രൈബ്യൂണൽ. പൊതുമേഖലാ കടം തീർക്കുന്നതിനായി മല്യയുടെ വ്യക്തിഗത ആസ്തികളും അതിൽ ഏറ്റവും പ്രധാനമായി UBLലെ വിലയേറിയ ഓഹരികളും കണ്ടുകെട്ടാൻ DRTക്ക് കഴിഞ്ഞു. ഒരു പ്രമുഖ പ്രൊമോട്ടറുടെ ഉടമസ്ഥതയിലുള്ള ആസ്തികൾ പോലും പൊതുകടം വീട്ടാൻ വേണ്ടി വിൽക്കാൻ സർക്കാരിന് സാധിക്കുമെന്ന് ഈ നടപടി തെളിയിച്ചു. നിയമം അതിന്റെ വഴിക്ക് സഞ്ചരിക്കുകയും കോർപ്പറേറ്റ് നിയമലംഘകർക്ക് വ്യക്തമായ സന്ദേശം നൽകുകയും ചെയ്തു. കൂടാതെ മല്യയെ ഫ്യൂജിറ്റീവ് ഇക്കണോമിക് ഒഫൻഡർ FEO ആയി പ്രഖ്യാപിച്ചത് നിയമപരമായ ഒരു വഴിത്തിരിവായിരുന്നു. രാജ്യം വിട്ടു പോകുന്നതിലൂടെ സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ലെന്ന് ഈ നിയമപരമായ ചട്ടക്കൂട് ഉറപ്പുവരുത്തി. യുണൈറ്റഡ് ബ്രൂവറീസ് ലിമിറ്റഡിൽ ഡച്ച് കമ്പനിയായ ഹൈനക്കന്റെ താൽപര്യം പെട്ടെന്നുണ്ടായ ഒന്നായിരുന്നില്ല. അതൊരു പതിറ്റാണ്ടിലേറെ നീണ്ട തന്ത്രപരമായ കോർപ്പറേറ്റ് നീക്കമായിരുന്നു. 2008 മുൻ പങ്കാളിയിൽ നിന്ന് ഓഹരികൾ സ്വന്തമാക്കിയതിലൂടെയാണ് അവർ UBLൽ പ്രവേശിക്കുന്നത്. ഇന്ത്യയിലെ അതീവ ലാഭകരമായ ബിയർ വിപണിയിൽ ഒരു ദീർഘകാല പ്രതിബദ്ധതയുടെ സൂചനയായിരുന്നു അത്. ഇന്ത്യൻ വിപണിയിലെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവായ കിങ്ഫിഷർ ബ്രാൻഡിന്റെ ദീർഘകാല സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹൈനക്കൻ ക്രമേണ അവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിച്ചു. വിജയ് മാല്യ സാമ്പത്തിക പ്രതിസന്ധിയിലായ സമയത്ത് UBLലെ ഏകദേശം 46.5% ഓഹരികൾ ഹൈനക്കന്റെ കൈവശമായിരുന്നു. ഈ ഓഹരി പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ അവർ തന്ത്രപരമായി കാത്തിരുന്നു. 2021 ജൂൺ മാസത്തിലാണ് ഈ കൈമാറ്റത്തിലെ ഏറ്റവും നിർണായകമായ സംഭവം നടന്നത്. വായ്പ നൽകിയ ബാങ്കുകൾക്ക് വേണ്ടി കടം വീണ്ടെടുക്കൽ ട്രിബ്യൂണൽ DRT മല്യയുടെ കൈവശമുണ്ടായിരുന്ന ഏകദേശം 15% ഓഹരികൾ വിറ്റു. നിലവിലുള്ള ഏറ്റവും വലിയ ഓഹരി ഉടമകളായ ഹൈനക്കൻ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ ഈ ഓഹരികൾ വാങ്ങി. ഈ വാങ്ങലോടെ യുണൈറ്റഡ് ബ്രൂവറീസ് ലിമിറ്റഡിൽ ഹൈനക്കന്റെ ആകെ ഓഹരി പങ്കാളിത്തം 46.5% നിന്ന് 61.5% കുതിച്ചുയർന്നു. ഒരു ലിസ്റ്റഡ് കമ്പനിയിൽ 50%-ലധികം ഓഹരി സ്വന്തമാക്കുമ്പോൾ ആ കമ്പനിയുടെ പൂർണ്ണമായ പ്രവർത്തന നിയന്ത്രണം ആ പുതിയ ഉടമയ്ക്ക് ലഭിക്കും.
ഈ നിയമമനുസരിച്ച് 2021 ജൂലൈ മാസത്തോടെ ഹൈനക്കൻ യുണൈറ്റഡ് ബ്രീവറീസ് ലിമിറ്റഡിന്റെ പൂർണ്ണമായ ഉടമസ്ഥാവകാശവും പ്രവർത്തന നിയന്ത്രണവും ഏറ്റെടുത്തു. ഇതിനെ തുടർന്ന് UBL കമ്പനിയുടെ വാർഷിക പൊതുയോഗത്തിൽ വെച്ച് മല്യയ്ക്ക് ആജീവനാന്ത ചെയർമാനായി തുടരാനുള്ള അവകാശവും പിൻഗാമിയെ നിയമിക്കാനുള്ള പ്രത്യേക അവകാശവും ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ഫോർമൽ റിലേഷൻസും പൂർണ്ണമായും നീക്കം ചെയ്തു. മല്യയുടെ ഈ പതനം ഇന്ത്യൻ കോർപ്പറേറ്റ് സാമ്പത്തിക മേഖലയ്ക്ക് നൽകുന്ന പാഠങ്ങൾ വളരെ വലുതാണ്. ഈ ഉടമസ്ഥാവകാശ മാറ്റം ഒരു സാധാരണ കച്ചവടമായി കാണാനാവില്ല. പ്രൊമോട്ടറുടെ വ്യക്തിഗത താൽപര്യങ്ങളും കമ്പനിയുടെ സാമ്പത്തിക ആരോഗ്യവും തമ്മിൽ വേർതിരിച്ചറിയുന്നതിലെ പരാജയം കോർപ്പറേറ്റ് ദുരന്തത്തിന് കാരണമായി. UBLന്റെ അതിജീവനവും ഹൈനക്കന്റെ കീഴിലുള്ള തുടർച്ചയായ വളർച്ചയും തെളിയിക്കുന്നത് വ്യക്തിഗത താൽപര്യങ്ങളെക്കാൾ പ്രൊഫഷണൽ മാനേജ്മെന്റിനും സാമ്പത്തിക അച്ചടക്കത്തിനുമാണ് ഒരു കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നതാണ്. കിങ്ഫിഷർ എയർലൈൻസ് കാരണം ബാങ്കുകൾക്കുണ്ടായ വൻകിട കിട്ടാക്കടം, നോൺ പെർഫോമിംഗ് അസറ്റ്സ് NPA പൊതുമേഖലാ ബാങ്കുകളുടെ വായ്പാ സമ്പ്രദായങ്ങളെ വലിയ പരിശോധനയ്ക്ക് വിധേയമാക്കി. വലിയ തുകകൾ പേഴ്സണൽ ഗ്യാരണ്ടിയുടെയും ഓവർ വാല്യൂഡ് ഈടുകളുടെയും അടിസ്ഥാനത്തിൽ നൽകുമ്പോൾ രാഷ്ട്രീയ സ്വാധീനത്തിനും അപര്യാപ്തമായ റിസ്ക് അസസ്മെന്റ് സാധ്യതകളെ ഈ പ്രതിസന്ധി അടിവരയിട്ടു. ഈ പശ്ചാത്തലത്തിലാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് IBC പോലുള്ള പരിഷ്കാരങ്ങൾ കടന്നുവന്നത്. കോർപ്പറേറ്റ് കടങ്ങൾ കൃത്യസമയത്ത് പരിഹരിക്കുന്നതിന് ഒരു ശക്തമായ ചട്ടക്കൂട് സൃഷ്ടിക്കുക എന്നതായിരുന്നു IBCയുടെ ലക്ഷ്യം. മല്യയുടെ കേസ് പോലുള്ള പരാജയങ്ങൾക്ക് ഒരു നേരിട്ടുള്ള പ്രതികരണമായിരുന്നു ഈ നിയമം. ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഡ്രിങ്ക്സ് ബ്രാൻഡുകളിൽ ഒന്നിന്റെ മാതൃ കമ്പനിയായ UBL ഒരു ഡച്ച് ഭീമന് വിറ്റത് ആഗോളവൽക്കരണത്തിന്റെ വലിയൊരു പ്രവണതയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വശത്ത് ഇത് ആഗോള നിലവാരവും നിക്ഷേപവും പ്രവർത്തനക്ഷമതയും കൊണ്ടുവരുമ്പോൾ മറുവശത്ത് ഒരു സുപ്രധാന നാഷണൽ അസറ്റിന്റെ ഫിനാൻഷ്യൽ കൺട്രോൾ വിദേശത്തേക്ക് മാറുന്നു എന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട്. ഇന്ന് യുണൈറ്റഡ് ബ്രൂവറീസ് ലിമിറ്റഡ് ഹൈനക്കൻ ഗ്രൂപ്പിന്റെ ഒരു പ്രധാന ഓപ്പറേറ്റിംഗ് കമ്പനിയാണ്. ലോകമെമ്പാടുമുള്ള ഹൈനക്കന്റെ മികച്ച 5 ബ്രാൻഡുകളിൽ ഒന്നായി കിങ്ഫിഷർ ബിയർ അതിന്റെ സ്ഥാനം നിലനിർത്തുന്നു. ആനന്ദ് കൃപാലുവിനെ പോലുള്ള സ്വതന്ത്ര ഡയറക്ടർമാരും വിവേക് ഗുപ്തയെ പോലുള്ള മാനേജിംഗ് ഡയറക്ടർമാരും ഉൾപ്പെടുന്ന ഒരു പുതിയ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഇപ്പോൾ കമ്പനിയെ നയിക്കുന്നത്. ഡച്ച് കമ്പനിയുടെ ആഗോള വൈദഗ്ധ്യവും ഇന്ത്യൻ വിപണിയിലെ ശക്തമായ പാരമ്പര്യവും ഒരുമിപ്പിച്ചാണ് ഇപ്പോൾ UBL മുന്നോട്ടു പോകുന്നത്. മല്യയുടെ കാലഘട്ടത്തിലെ ആഡംബരത്തിൽ നിന്ന് മാറി സാമ്പത്തികമായി ശക്തവും പ്രൊഫഷണലായി പ്രവർത്തിക്കുന്നതുമായ ഒരു കമ്പനിയായി UBL നിലകൊള്ളുന്നു. അതിനാൽ യുണൈറ്റഡ് ബ്രൂവറീസ് ഗ്രൂപ്പിന്റെ പ്രധാന ഭാഗമായ യുണൈറ്റഡ് ബ്രൂവറീസ് ലിമിറ്റഡിന്റെ ഇപ്പോഴത്തെ ഉടമസ്ഥാവകാശം വിജയ് മാല്യയ്ക്കല്ല, ഡച്ച് ബിയർ ഭീമനായ ഹൈനക്കൻ എൻവിക്കാണെന്ന് വ്യക്തമാണ്. ഈ ഉടമസ്ഥാവകാശ മാറ്റം കേവലം ഒരു കോർപ്പറേറ്റ് കൈമാറ്റമല്ല, ഇന്ത്യൻ ബിസിനസ് ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമാണ്. വ്യക്തിപരമായ അമിതാവേശം, ശ്രദ്ധയില്ലാത്ത കോർപ്പറേറ്റ് ഭരണം, ശക്തമായ നിയമപരമായ നടപടികൾ എന്നിവയുടെ ഫലമായി ഒരു ഇന്ത്യൻ വ്യവസായ സാമ്രാജ്യത്തിന്റെ ഉടമസ്ഥാവകാശം ആഗോള ഭീമന് കൈമാറ്റം ചെയ്യപ്പെട്ടതിന്റെ യഥാർത്ഥ ചരിത്രമാണിത്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.